ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഉണക്കമീൻ കറിയുടെ റെസിപ്പിയാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമുക്ക് ഒരു മൺചട്ടി എടുത്തിട്ട് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിന് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലെണ്ണ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിൽ കുറച്ച് കടുവും ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിന് നമുക്ക് പെരുംജീരകം ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞ് വന്നോട്ടെ. അടുത്തതായിട്ട് ഇതിൽ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇതുപോലെ ഡയറക്റ്റ് എണ്ണയിൽ ചേർക്കുമ്പോൾ നല്ലൊരു കറിക്ക് മണം കിട്ടും. ഇപ്പോൾ അടുത്തതായിട്ട് ഒരു തണ്ട് കറുവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചതച്ചൊന്ന് എടുക്കാം. അതിൽ ഒരു പച്ചമുളക്, 2-3 പീസ് ചെറിയ ഉള്ളി, പിന്നെ ഒരു 2-3 പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് 2-3 അല്ലി കുരുമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് ചേർത്തെടുക്കാം. ഇത് ഒരു ടീസ്പൂൺ അളവിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അടുത്തതായിട്ട് ഒരു സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ വെളുത്തുള്ളിയും ജീരയൊക്കെ ഒരു പച്ചമണം മാറിയിട്ട് മാത്രം അടുത്തതായിട്ട് ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം. എന്തെന്ന് വെച്ചാൽ കരുവാടിൽ ഉപ്പുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് ഒരു തക്കാളിയാണ് ചെറുതായിട്ട് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് 2-3 തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. നമ്മളിതിൽ പുളിവെള്ളം കൂടെ ചേർക്കുന്നതാണ്. അതുകൊണ്ട് ഒരു തക്കാളി തന്നെ ധാരാളമാണ്. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് മലക്കറി ഇതിലോട്ട് ചേർക്കാം. ഒരു വഴുതനം, ഒരു പകുതിയോളം മുരിങ്ങയ്ക്ക, പിന്നെ ഒരു കായ, ഇത് 3ഉമാണ് കട്ട് ചെയ്തിട്ട് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം ഈ എണ്ണയിലിട്ട് ഒന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എണ്ണയിൽ ഒരു 2-3 മിനിറ്റ് ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി. എണ്ണയിൽ ഇതുപോലെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് കറിയിൽ ഇടുന്നേക്കാളും ഇത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. ഈ പറഞ്ഞ 3 മലക്കറിയും ചേർത്ത് തന്നെ ഈ കറി ചെയ്യണം. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒറിജിനൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് 1 മിനിറ്റ് അതിൻ്റെ പച്ച സ്മെല്ല് എല്ലാം പോയി വരുന്നവരെ ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അടുത്തതായിട്ട് ഇപ്പോൾ നമ്മൾ ഇതിനെ ഒരു 2-3 മിനിറ്റിന് ഒരു അടപ്പ് വെച്ച് നമുക്കിതിനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് വെന്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ അടച്ചിട്ട് ഒരു 2-3 മിനിറ്റിന് ഫ്ലെയിം വന്ന് ലോ ആക്കി വെച്ചിട്ട് നമുക്ക് ഇതങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മലക്കറിയൊക്കെ ഒരു 3/4ഓളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം വന്ന് ലോ ആക്കി വെച്ചിട്ട് ഇതുപോലെ അടപ്പ് വെച്ച് അടച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചു പോകും. ഇപ്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം ആവശ്യമുള്ളൂ. ഇപ്പോൾ 1.5 ടീസ്പൂൺ അളവിന് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്യുന്നത്. ഇല്ല, നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ സാദാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, പിന്നെ ചതച്ചയിൽ കൂടെ 5-6 പീസ് കുരുമുളകും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ല് പോകുന്നവരെ നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. മസാല ചേർക്കുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോയിട്ടുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ശകലം എണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ അയില മീനിൻ്റെ ഉണക്കമീനാണ് എടുത്തിട്ടുള്ളത്. അതിനെ നന്നായിട്ട് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിലുള്ള ഉപ്പ് കണ്ടൻ്റ് എല്ലാം ഒരുപാട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എപ്പോഴും അമ്മ പറയുന്നത് 1 മണിക്കൂറെങ്കിലും ഈ കരുവാടെല്ലാം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണമെന്നാണ്. ഞാൻ അതുപോലെ തന്നെ ചെയ്യാറ്. ഇപ്പോൾ അടുത്തതായിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള പുളി ഞാനിവിടെ വെള്ളത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുത്ത് ഈ പുളി വെള്ളത്തിൽ നമ്മൾ ഈ മലക്കറിയും മീനും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു ചെറിയ കപ്പളവിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് ഒരു 2-3 മിനിറ്റിനൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഈ മീനും മലക്കറിയും എല്ലാം ബാലൻസായി
വെന്ത് വന്നോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണത്. എല്ലാവരും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അമ്മ ഉണ്ടാക്കി തരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളൊക്കെ എത്ര വെച്ചാലും അതുപോലെയൊന്നും വരില്ല. എന്നാലും അതുപോലെയൊക്കെ ഒരുമാതിരി ഒത്തു വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് തേങ്ങയും കുറച്ച് പെരിഞ്ജീരകവും കൂടെ ചേർത്ത് അരച്ച് നമുക്ക് നല്ല പേസ്റ്റാക്കി ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് അവസാനം മലക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നമ്മൾ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു പ്രാവശ്യം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വിടാം. ഇനി ഒരു 10 മിനിറ്റിന് പതുക്കെ അടപ്പ് വെച്ച് അടച്ച് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മളെ കറി അങ്ങ് വറ്റി പോവും. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഈ കറിയാണ് അടിപൊളിയാണ്. അതുകൊണ്ട് വറ്റി പോകാതെ സിമ്മിൽ വെച്ചിട്ട് എടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റിന് ഒന്ന് തിളപ്പിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഉണക്കമീൻ കറി റെഡിയായിട്ടുണ്ട്. ഇതിന് അയില തന്നെ എടുക്കാൻ നോക്കുക. അല്ല നമുക്ക് വേറെ ഏതിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും കൂടുതൽ ടേസ്റ്റ് അയില വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത് ഒരു സൂപ്പറായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.